റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. റിയാസ് മൗലവി വധക്കേസിനകത്ത് തുടക്കം മുതൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു പരിശ്രമത്തിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ 2019 സാബിത്ത് കൊലക്കേസിലെ വിധി കാസർഗോഡ് വന്നത്. സാബിത്ത് കൊലക്കേസിലെ വിധി വന്ന സമയത്ത് ഗവൺമെൻറ് അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങളിതിന് അപ്പീൽ പോകുന്നതാണ്. ഇതേപോലെ റിയാസ് മൗലവി വധക്കേസിന് സമാനമായ വിധത്തിൽ പ്രതികളെ മുഴുവൻ വെറുതെ വിടുകയുണ്ടായി. അങ്ങനെ വെറുതെ വിട്ട പശ്ചാത്തലത്തിൽ പറഞ്ഞത് ഞങ്ങൾ സാബിത്ത് കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്പീൽ പോകുന്നതാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ സാബിത്ത് കൊലക്കേസിൽ അപ്പീൽ പോയിട്ടില്ല. കാര്യം എന്താണ്? ആ സമയത്തൊരു തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ആ കൊലപാതകത്തിലെ പ്രോസിക്യൂഷൻ്റെ ദുർബലത ഡിസ്കഷൻ ചെയ്തിട്ടില്ല. സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാബിത്ത് കൊലക്കേസ് അവിടെ വെച്ചിരിക്കുന്നു. 2019 വന്നിരിക്കുന്ന വിധി. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന റിയാസ് മൗലവി തീർച്ചയായിട്ടും അത് അപ്പീലിന് പോകേണ്ടതാണ്. ഹൈക്കോടതിയിലേക്ക് പോകേണ്ട കേസ് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിലും കളിക്കുന്നത് രാഷ്ട്രീയമാണ്, സത്യസന്ധമായിട്ടല്ല. ഈ റിയാസ് മൗലവി വധക്കേസിലെ സുപ്രധാനമായ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്തായിരുന്നു വെച്ചാൽ പ്രോസിക്യൂഷൻ ദുർബലമായിരുന്നു എന്നാണ് ഈ കേസിലെ ഏറ്റവും ശക്തമായ വാദം. പ്രോസിക്യൂഷൻ ദുർബലമാണ് എന്ന വാദത്തിന് എതിരായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ അതിലെ പ്രോസിക്യൂട്ടർ വലിയ കലിയിളകി വളരെ നാടകീയമായ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ ഈ കേസിൻ്റെ നാൾവഴികൾ, ആ കേസിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായത്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇതിലെ പ്രോസിക്യൂട്ടർ തന്നെ അദ്ദേഹം എതിരായിട്ട് വളരെ കൃത്യമായൊരു കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചീറ്റിംഗ് കേസാണ്. എന്ന് വെച്ചാൽ ഒരു പോക്സോ കേസിൽ പ്രതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വിക്ടിമിന് കൊടുക്കേണ്ടതിന് പകരം ഈ വക്കീൽ ആ പൈസ അടിച്ചു മാറ്റി എന്ന ആരോപണം ഉണ്ടാവുകയും ഈ പരാതി അവിടെ ഏതാണ് കോടതിയിലേക്ക് വരിക. അപ്പോൾ ഇവിടെ JFCM കോടതി പേരാമ്പ്രയിൽ അണ്ടർ സെക്ഷൻ 420 IPC ആക്ട് അനുസരിച്ചിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ പരാതിക്കാരി എന്ന് വെച്ചാൽ ഇതിൽ വിക്ടിം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസ് ഇത് രജിസ്റ്റർ ചെയ്ത ഉടനെ പോയിട്ട് പൈസ കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യാണ്. അതിനുശേഷം ബാലുശ്ശേരിയിൽ 39/18 ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വീണ്ടും ഇയാളുടെ പേരിൽ വന്നു. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ റീസൺ സ്റ്റേഡ് ആയിരിക്കുന്നത് അപ് ടു 17/4/24 17/4/24 അത് സ്റ്റേഡാണ്. എന്ന് വെച്ചാൽ ഒരു ചീറ്റിംഗ് കേസിനകത്ത് പ്രതി ചേർക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രോസിക്യൂട്ടറാണ് റിയാസ് മൗലവി വധക്കേസിലെ പ്രോസിക്യൂട്ടറായിട്ട് വന്നിട്ടിരിക്കുന്ന വ്യക്തി. ഇത് ഞാൻ പറയുന്നത് വളരെ ആധികാരികമായിട്ടാണ്. ഹൈക്കോടതിയിലെ കേസ് പെൻഡിങ് ആണ്. അത് കൊടുത്തിരിക്കുന്നത് അത് ക്വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാണ്. ഇത്ര പ്രമാദമായ ഒരു കേസ്, പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് നടക്കുന്ന ഈ കൊലപാതകങ്ങൾക്ക് വേറെ കൂടെ ഒരു സംഘീ ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് ഇത് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള മംഗലാപുരത്തുള്ള കുറേ RSS ക്രിമിനലുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കേരളത്തിൽ ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി, കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ അറിയാം, BJP അക്സെപ്റ്റ് ചെയ്യുന്നൊരു മാനസികാവസ്ഥയല്ല. കലാപം ഉണ്ടാക്കാൻ വേണ്ടി നേരെ കാസർഗോഡ് വരും, കൊലപാതകങ്ങൾ നടത്തുക. ഇത് ഒരു പതിവാണ്. അതിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന വേറെ വന്നിരിക്കുന്ന സാബിത്തിൻ്റെ ഒക്കെ കേസ്, സാബിത്തിൻ്റെ കേസൊക്കെ അതിന് സമാനമായ കാര്യമാണ്. ഇങ്ങനെ ഒരു എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മത അന്തരീക്ഷത്തെ അപകടപ്പെടുത്തുന്ന ഒരു പരിശ്രമത്തെ ഇല്ലായ്മ ചെയ്യേണ്ടുന്ന വിഷയത്തിൽ നിർദാക്ഷിണ്യം പ്രതികൾ ഇങ്ങനെ പുറത്തിറങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ അത്ര പ്രമാദമായ ഒരു കേസിനകത്ത് ഈ റിയാസ് മൗലവി വധക്കേസിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. CPMുമായിട്ട് ഒരു രാഷ്ട്രീയ സൗഹൃദം നിലനിർത്തുന്ന ഒരു പ്രാസ്ഥാനിക ബന്ധം പോലും ഈ പാവം മൗലവിക്കുള്ളതാണ്. എന്നിട്ട് പോലും ആ മര്യാദ പോലും കാണിക്കാതെ ഇത്രമേൽ ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ അത്രമേലൊരു ഫ്രോഡ് പശ്ചാത്തലമുള്ള ഒരു പ്രോസിക്യൂട്ടറെ ആണ് ഇതിൽ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയത് എന്ന് തന്നെ എത്ര അലംഭാവത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയുമാണ്. താല്പര്യം മീൻസ് ചില ഇൻട്രസ്റ്റുകളുടെ പേരിലാണ് ഗവൺമെൻറ് റിയാസ് മൗലവി കേസിൻ്റെ പ്രോസിക്യൂഷൻ നടത്തിയത് എന്നതിന് തെളിവാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിനകത്ത് പറയുന്ന ഒരു രസകരമായ കാര്യം എന്താ വെച്ചാൽ വിക്ടിമിൻ്റെ അല്ലെങ്കിൽ റിയാസ് മൗലവിയുടെ കുടുംബത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ താല്പര്യം. ഇപ്പോൾ ഇന്നിപ്പോൾ പറയാൻ പോകണം എന്താണ്
പിന്നെ റിയാസ് മൗലവിയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കുടുംബം പറഞ്ഞിരിക്കുന്നു, പ്രോസിക്യൂഷന് കുഴപ്പമില്ലല്ലോ. ഒരു കൊലപാതകം നടന്നാൽ അതെങ്ങനെയാണ് കുടുംബത്തിൻ്റെ കാര്യമാവുക? ഒരു കളവ് നടന്നാൽ എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ കാര്യമാവുക? അത് പബ്ലിക്കിലേക്ക് പോകും. അതൊരു രാജ്യത്തിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കാണ് പോവുക. അതൊരു കുടുംബത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. അത് കുടുംബത്തിൻ്റെ ആൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന വക്കീൽ പ്രോസിക്യൂട്ടർ മതി എന്ന് പറഞ്ഞാലും ഗവൺമെൻറ് പറയേണ്ടതുണ്ട് അതല്ല, ആ കേസ് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയേണ്ട ഗവൺമെൻറ് കുടുംബം പറയുന്നതിനനുസരിച്ച് പ്രോസിക്യൂട്ടർ വെച്ചു എന്ന് പറയുന്നത് തന്നെ ഈ കേസിനോട് കാണിക്കുന്ന അലംഭാവത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ കേസിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് നാടകമാണ്. നിലവിൽ നടത്താൻ ശ്രമിക്കുന്നതും വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ മാത്രമാണ് എന്ന് പറയുകയാണ്. അതിലെ പ്രാഥമികമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം ഇതാണ്.